ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റിൻ്റെ ഒരു കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു കിറ്റാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കിറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇപ്പം എൻ്റെ കൈൻ്റെ അളവിന് എത്രയാണ് വരുന്നത് ഉള്ള ഒരു സൈസ് അളവിനാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇതിൽ നിന്ന് 2 ബീഡ്സ് വല്ലതും കുറച്ച് കൈ അളവിന് എടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ വലിയ ആൾക്കുള്ള അളവാണ് ഇപ്പോൾ ഞാൻ കിറ്റിൽ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കിറ്റിൽ. പിന്നെ 2-3 ഐറ്റം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 പാക്കാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 10 മോഡൽ ചെയ്യാനുള്ള ബീഡ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ റെഡിൽ വരുന്ന ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം ഗോൾഡ് വെച്ചിട്ടില്ല, ഗോൾഡിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ആകുമ്പോഴേക്കും ഗോൾഡിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവും. അതിനോട് ഞാൻ സിൽവറാണ് കൂടുതലും വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സിൽവർ കൂടുതലായിട്ട് അങ്ങനെ കളർ ഫെയ്ഡ് വരുന്നില്ല. അപ്പോൾ ഗോൾഡിൽ കളർ ഫെയ്ഡ് വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ഒരുപാട് ദിവസം യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ഗോൾഡ് കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. ഇതേപോലെ ഗോൾഡിൽ ഇതൊക്കെ കാണിക്കുന്നത് ഫുള്ള് ഗോൾഡാണ്, പക്ഷെ പാക്കിൽ ഞാൻ ഗോൾഡ് വെച്ചിട്ടില്ല. ഗോൾഡ് കുറച്ച് 2 പാക്ക് എന്താണ് ഗോൾഡ് വെച്ചിട്ടുള്ളത്, ബാക്കിയെല്ലാം സിൽവറാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഒരു പാക്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലത്തെ ഒരു പാക്ക് ഈ മോഡലാണ് ഈ പാക്കിലുള്ളത് കേട്ടോ. അതിൽ തന്നെ ജംപറിങ്സും പിന്നെ ഐ പിന്നും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെയിനും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത മോഡലാണ്. അടുത്തതായി ഫ്ലവർ മോഡൽ വരുന്നുണ്ട്. അപ്പം ഒരു പാക്കിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മക്കൾക്കായാലും എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഈസി ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഗോൾഡാണ് വെച്ചിട്ടുള്ളത്, 2 മോഡലും ഗോൾഡാണ് കേട്ടോ. ബാക്കിയെല്ലാം സിൽവറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പാക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് അതിൽ തന്നെ ഐപ്പിന്നും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ 10 പാക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കിറ്റിൽ ഒരു കിറ്റിൽ 10 പാക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 10 മോഡൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഒരു പാക്ക് എടുത്തിട്ട് എത്രയുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടെ. അപ്പം ഇതേപോലെ നമ്മളൊരു പാക്ക് പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്കും അതിൽ ഐപ്പിന്ന് വെച്ചിട്ടുണ്ട്, ബീഡ്സ് വെച്ചിട്ടുണ്ട്, ഈവിൾ ഐ ഉണ്ട് ഇതിൽ. പിന്നെ ഈ ഹൂക്ക് വെച്ചിട്ടുണ്ട്, ചെയിനും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജംപറിങ്സ് ഞാൻ 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കൊടുത്തിരിക്കണതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് മിസ്സായി പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 2 കൊടുത്തിട്ടുള്ളൂ. ജംപറിങ്സ് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ തട്ടുമ്പോഴോ എടുക്കുമ്പോഴോ മക്കളെ കയ്യിൽ നിന്ന് വല്ലതും കളഞ്ഞു പോയാലോ, അതുകൊണ്ടാണ് ഞാൻ 2 വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഈ 2 ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം തന്നെ, അതിനി ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇതുപോലെ ഐപ്പിന് കയറ്റി കൊടുത്തിട്ട് ഒന്ന് കണക്കിന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് തിരിച്ച് നമ്മൾ ഇങ്ങനെ വളച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോന്നിൻ്റെ കൂടെ ഓരോന്നും ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരെയും പിന്നെ കണക്ട് ചെയ്ത് വരണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ വന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ജംപറിങ്സ് കണക്ട് ചെയ്ത് അതിൽ ഹൂക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചെയിനിലും കൂടെ നമ്മുടെ ഒരു ബീഡ്സും കൂടെ കണക്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും കറക്റ്റായിട്ട് റെഡിയായി കിട്ടും.
അങ്ങനെ നമ്മളെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലുള്ള എല്ലാ ബീഡ്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേക്കും അതേപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കവറിനകത്ത് തന്നെ വെക്കാം കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ സെയിൽ ചെയ്യണം കൊടുക്കാനായാലും ഇതിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടായാലും അതിനകത്തോട്ട് വെക്കാം കേട്ടോ. അടുത്ത് ഉള്ള ജംറിങ്സ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കവറിനകത്തോട്ടിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇതേപോലെ ഞാൻ അതിൽ എന്താണോ ആഡ് ചെയ്തിട്ടുള്ളത് അത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേസ്ലെറ്റ് കിട്ടിയില്ലേ. അപ്പോൾ ഇതേപോലെയാണ് കിറ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും. കിറ്റിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 110 രൂപയാണ് കേട്ടോ. ഈ കിറ്റിന് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ്. അപ്പോൾ 110 രൂപ പോയിട്ട് 50 രൂപ ഷിപ്പിംഗ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിലോട്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്